നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. മുക്കം പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി പരാക്രമം. കീഴ്ശ്ശേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം ലക്ഷ്യമിട്ട് കൂടരഞ്ഞിയിൽ വനംവകുപ്പ് ഹെൽപ്പ് ഡെസ്ക് തുറന്നു. ബസ്സിൽ കുഴഞ്ഞു വീണ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലെത്തിച്ച് KSRTC ജീവനക്കാർ മാതൃകയായി. ആശങ്ക ഒഴിയുന്നില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണം. വാർത്തകൾ വിശദമായി. ബൈക്കിന്റെ ചാവി കളഞ്ഞുപോയെന്ന് പറഞ്ഞ് പുലർച്ചയ്ക്ക് സ്റ്റേഷനിലെത്തുക. അവിടെ നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനത്തിന്റെ ഗ്ലാസ് കല്ലുപയോഗിച്ച് തകർക്കുക. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് കയർക്കുക. കീഴ്ശ്ശേരി തൃപ്പനച്ചി സ്വദേശി അബൂബക്കർ സിദ്ദീഖ് കഴിഞ്ഞ ദിവസം പുലർച്ചയ്ക്ക് 2:30 മുക്കം സ്റ്റേഷനിൽ കാണിച്ചുകൂട്ടിയ പരാക്രമങ്ങളാണ് ഇതൊക്കെ. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറിയതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഉൾപ്പെടെ വിവിധ കേസുകൾ ഉൾപ്പെടുത്തി ഇയാളെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം ലക്ഷ്യമിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ വനം വകുപ്പ് ആവിഷ്കരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് കൂടരഞ്ഞിയിൽ തുറന്നു. കഴിഞ്ഞ 31-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത 3 ഘട്ടങ്ങളായി നടപ്പിലാക്കുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായാണ് ഹെൽപ്പ് ഡെസ്ക് തുറന്നത്. 1-ാം ഘട്ടം സെപ്റ്റംബർ 16 മുതൽ 30 വരെ കേരളത്തിന്റെ മലയോര മേഖലയിലെ എല്ലാ വന്യജീവി സംഘർഷബാധിത പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കും. സെപ്റ്റംബർ 16 മുതൽ 30 വരെ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നതാണ്. മനുഷ്യ വന്യജീവി സംഘർഷം, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം, നഷ്ടപരിഹാരം, ആശയങ്ങൾ, നയങ്ങൾ, ഗവേഷണം, നിയമങ്ങളും ചട്ടങ്ങളും, സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം, വനം വകുപ്പിന്റെ വിവിധ സേവനങ്ങൾ, ഇക്കോ ടൂറിസം, സ്വയം സന്നദ്ധ പുനരധിവാസം, വനാവകാശ നിയമം, പരിവേഷ പോർട്ടൽ, പൊതുസ്ഥലങ്ങളിലെ മരമുറി മുതലായ വിഷയങ്ങളിലുള്ള ആവലാതികളും സംശയങ്ങളും പൊതുജനങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൽ നൽകാവുന്നതാണ്. പ്രാദേശികമായി പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ 1-ാം ഘട്ടത്തിൽ തന്നെ തീർപ്പാക്കുന്നതാണ്. 2-ാം ഘട്ടം ഒക്ടോബർ 1 മുതൽ 15 വരെ പ്രാദേശികമായി പരിഹരിക്കാൻ സാധിക്കാത്ത വിഷയങ്ങൾ ജില്ലാ സമിതിയിലെത്തിക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. 3-ാം ഘട്ടത്തിൽ സംസ്ഥാന തലത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ട സങ്കീർണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ബസ്സിൽ കുഴഞ്ഞു വീണ വിദ്യാർത്ഥിനിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച ജീവനക്കാർക്ക് അഭിനന്ദന പ്രവാഹം. തിരുവൻപാടിയിൽ നിന്നും കഴിഞ്ഞ ദിവസം രാവിലെ 6:45-ന് കോഴിക്കോടേക്ക് പുറപ്പെട്ട RRC 862 നമ്പർ KSRTC ബസ് മലാപ്പറമ്പിലെത്തിയപ്പോൾ കളന്തോട്ടിൽ നിന്നും കയറിയ കോളേജ് വിദ്യാർത്ഥിനി ബസ്സിൽ കുഴഞ്ഞു വീണു. നിറയെ യാത്രക്കാരുള്ള ബസ് ഉടൻ ഇഖ്റ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയാണ് KSRTC ജീവനക്കാർ മാതൃകയായത്. തിരുവമ്പാടി ഡിപ്പോയിലെ ഡ്രൈവർ KP കിഷോർ, കണ്ടക്ടർ K നവീൻ എന്നിവരാണ് ഈ സദുദ്യമത്തിൽ പങ്കാളികളായത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേരുടെ കൂടി മരണം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളുടെ മരണത്തിലാണ് സ്ഥിരീകരണം. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ വർഷം മരിച്ചവരുടെ എണ്ണം 19ആയി. ഈ മാസം 11-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന മരണങ്ങളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിലായി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് 26 പേരാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത് 10 രോഗികളും RCCയിൽ ഒരാളും സ്വകാര്യ ആശുപത്രിയിൽ 2 പേരും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ 3 പേരാണ് ചികിത്സയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 പേരും രോഗബാധിതരായി കഴിയുന്നു. ഇതുവരെയുള്ള ആക്റ്റീവ് കേസുകളുടെ എണ്ണമാണ് ആരോഗ്യവകുപ്പ് നൽകിയത്. അതേസമയം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യ തദ്ദേശ വകുപ്പുകൾ. വിവിധയിടങ്ങളിലെ നീന്തൽക്കുളങ്ങളും കിണറുകളും പൊതുകുളങ്ങളും തോടുകളും അടക്കം വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി. റേഡിയോ മുക്കത്തിന്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.